ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. 2025 ജൂൺ മാസം 29-ാം തീയതി മുതൽ 2025 ജൂലൈ മാസം 5-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1200-ാം ആണ്ട് മിഥുന മാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. 27 നക്ഷത്രക്കാരുടെയും 2.25 നക്ഷത്രം വീതമുള്ള ഓരോ രാശികൾ തിരിച്ചാണ് ഫലം പറയുന്നത്. പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കിയാണ് പറയുന്നത്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ. സ്വന്തം ക്ഷേത്രത്തിൽ ശുക്രൻ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ മിഥുനത്തിൽ ആദിത്യനും വ്യാഴവും സ്ഥിതി ചെയ്യും. ബുധൻ കർക്കിടകത്തിലും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും ചന്ദ്രൻ പൊതുവെ പക്ഷബലം വർദ്ധിച്ചു വരും. രാഹു ആകട്ടെ കുംഭം രാശിയിലും മീനത്തിൽ ശനിയും നിൽക്കുന്ന ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഇത് ഗോചര ഫലങ്ങളാണ്. ജാതകാലുള്ള ഫലങ്ങൾ കൂടി ഒത്തുവരുമ്പോഴാണ് ദോഷങ്ങളായാലും ഗുണങ്ങളായാലും കൂടുതൽ അനുഭവത്തിൽ വന്നു ചേരുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നതാണ്. വിവാഹ കാര്യങ്ങളായാലും തടസ്സങ്ങൾ നോക്കുവാനോ ജോലി കാര്യങ്ങൾ നോക്കുവാനോ മറ്റ് ഏതൊരു കാര്യത്തിനും അവസരമുണ്ടായി. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ, ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കൂടാതെ 7.5 ശനി ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നു പെടുന്നതിന് സൂചനയുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ പൊതുവെ നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഉയർച്ച വന്നു ചേരുകയും അത് ചില സഹായങ്ങളൊക്കെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതിനും സൂചനയുണ്ട്. മാതാപിതാക്കൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാര് വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. വളരെ വിജയങ്ങൾ വന്നിച്ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ഒരു അംഗീകാരം ലഭിക്കുക. കലാകാരന്മാരും കലാകാരികളോ സ്പോർട്സ് രംഗങ്ങളിൽ ബന്ധപ്പെട്ടോ മാത്രമല്ല, ഏത് രംഗത്ത്, അധ്യാപന രംഗമായാലും മറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ് പോലെയുള്ളവരായാലും അതല്ല സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നവർക്കായാലും കൂടാതെ മറ്റ് വർക്കുകളിൽ ഏർപ്പെട്ട് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നവരോ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ മേന്മയുള്ള ഒരു ആഴ്ചയാണ്. രാശിയുടെ അധിപൻ അവിടെ വളരെ ഐശ്വര്യപ്രദനായിട്ട് രാശിയിൽ തന്നെ ആ ശുക്രൻ നിൽക്കുകയാണ്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു ആഴ്ചയാണ്. കൂടാതെ ദൈവാധീനം പൂർണ്ണമായിട്ടുണ്ട്. അപ്രതീക്ഷിത ധനം വന്നു ചേരുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് അവരുടെ പരസ്പരമുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പിണക്കങ്ങളൊക്കെ തീർന്ന് ഐശ്വര്യപൂർണമായ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനോ ഒക്കെ അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുടെ ഒരു നിസ്സഹകരണമൊക്കെ സൂചകമാണ്. എന്നിരുന്നാലും സ്വന്തം നാട് വിട്ടായാലും സ്വന്തം നാട്ടിലും തൊഴിൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ ഒരു ആനുകൂല്യം കിട്ടുന്ന ഒരു ദൈവാധീനമുള്ള ഒരു ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു ആഴ്ച.
രാശിയിൽ അവിടെ വ്യാഴം സ്ഥിതി ചെയ്യുകയാണ്. അത് നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപനും തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനുമായതിനാൽ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും. വിവാഹം ആലോചിക്കുന്ന യുവാക്കൾ, മധ്യവയസ്കർ, അതായത് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഗ്രഹസ്ഥിതി കൊണ്ട് അനുകൂലമായിരിക്കുന്ന സമയം. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും. മന്ദതയൊക്കെ വെടിഞ്ഞ് ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുക. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ എപ്പോഴും കർമ്മനിരതരായിരിക്കുക. അപ്രതീക്ഷിത ധനം വന്നു ചേരുന്നതിനും തൊഴിൽ വിജയങ്ങളും തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങളും വന്നു ചേരും. സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ചില ക്ലേശങ്ങളോ ധനനഷ്ടങ്ങളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ധൈര്യം ഏറിയിരിക്കുന്ന ഈ ആഴ്ച അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുക അത് വലിയ വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. കുടുംബത്ത് സമാധാനവും സന്തോഷകരവുമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. കടങ്ങളൊക്കെ വീടുന്നതിനും ഒക്കെയുള്ള യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിരിക്കുന്ന കാലം. വിദേശത്ത് പോകുവാനായിട്ട് ശ്രമിച്ച് പരീക്ഷയൊക്കെ എഴുതുന്നവർ വിജയിക്കുവാനും യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഉള്ള ഒരു സമയമാണ്. വാക്കുകൾ കൊണ്ട് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വളരെ സ്നേഹിച്ചിരിക്കുന്നവർ പോലും കുടുംബത്ത് ഉള്ളവരായാലും തൊഴിൽ രംഗത്തായാലും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളോടുകൂടി ഔദ്യോഗിക പദവിയിലിരിക്കുന്നവരായാലും ചില അനൈക്യതകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ സംസാരം വളരെ ശ്രദ്ധിക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്. പൊതുവെ കുടുംബത്തെ സന്തോഷകരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. പാരമ്പര്യ രീതി അനുസരിച്ച് ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്ക് ഒരു വിവാഹം വന്ന് നടക്കുവാനൊക്കെ യോഗമുണ്ട്, മനസ്സിനിണങ്ങിയ രീതിയിൽ. തൊഴിൽപരമായിട്ടും വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. ധനസ്ഥാനത്ത് തൊഴിൽ സ്ഥാനാധിപൻ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നും കൂടാതെ കേതു അവിടെ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വന്നു ചേരുന്ന ധനം പാഴാകുന്നതിന് യാതൊരു കണക്കും കാണുകയും എങ്ങനെ പോയി എന്ന് തോന്നും. അത് വളരെ ശ്രദ്ധിക്കുക ധനം ചെലവാക്കുമ്പോൾ. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുകയും അവിടെ കേതുവും സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യവുമില്ലാതെ ആരോഗ്യപരമായിട്ട് പിത്തസംബന്ധമായിട്ടൊക്കെ ചില അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയും. ദമ്പതികളായിട്ടുള്ളവർക്കും അനൈക്യതകൾ ഉണ്ടാകാം. എന്നിരുന്നാലും അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുവാനും സൂചനയുണ്ട്. സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയരുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായം കിട്ടും. അതായത് 11-ാം ഭാവത്തിൽ ഇഷ്ടഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. തൊഴിൽപരമായ ഏറ്റവും അഭിവൃദ്ധി വന്നു ചേരും. അത് കലയുമായി ബന്ധപ്പെട്ട അനവധി ജോലികളാണല്ലോ ഉള്ളത്. അവയൊക്കെ ചെയ്യുന്നവർക്കും ഉത്തമമായ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു സമയമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാൽ പോലും, ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവരായാൽ പോലും അവർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും സുഖവും സന്തോഷവും സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള സമയം. എങ്കിലും കണ്ടകശനിയൊക്കെ ഉണ്ട്. വളരെയധികം ജാഗ്രത ആവശ്യമാണ്. ശാസ്താവിനെ ഭജിക്കുകയൊക്കെ വേണം. അലസതയുണ്ടാകാം. കഫസംബന്ധമായോ വാദസംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങളുണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തെ പൊതുവെ സന്തോഷകരമായിരിക്കും. എങ്കിലും ദേഷ്യം ഒഴിവാക്കേണ്ടതാണ്. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരും അതീവ ജാഗ്രത ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് ഒരു അധികാരം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതായത് ചെറിയ തോതിലൊക്കെ തുടങ്ങിയ ബിസിനസ്സുകൾ പുതിയ രീതിയിലേക്ക് വിപുലീകരിക്കണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുവാൻ പ്രേരണയാകുന്ന ചില സഹായങ്ങളൊക്കെ സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനങ്ങളിൽ നിന്നോ
മേലധികാരികളിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഒക്കെ കിട്ടുവാനും ഡെയിലി വേജസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരപ്പെടുവാനും അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ കന്നി രാശിക്കാർക്ക് അത്ര തൃപ്തികരമല്ലതാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ്. ഈ ആഴ്ച പൊതുവെ നല്ല ഐശ്വര്യപൂർണമായ കാലം. അതായത് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഉത്തമ സന്താന ഭാഗ്യമുള്ള ഒരു സമയവുമാണ്. ദീർഘകാലമായിട്ട് ഒരു സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സന്താന ഭാഗ്യത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു സമയം. ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിരിക്കും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം വന്നു ചേരും. പ്രസിദ്ധി വന്നു ചേരുന്നതിനും സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനോ അംഗീകാരം കിട്ടുന്നതിനോ യോഗമുണ്ട്. കടങ്ങൾ വീടുന്നതിനൊക്കെയുള്ള ഒരു സമയമാണ്. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വിട്ടുപോയിട്ട് ഒരു മാനസികമായ സന്തോഷമൊക്കെ വന്നു ചേരുക. അതുപോലെ തന്നെ തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക. പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ചല്ലാതെ ഉള്ള ജോലികളൊക്കെ കിട്ടിയിട്ട് വിഷമിച്ചൊക്കെ നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അയച്ചു കൊടുത്ത് ഒരു പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് ഒരു ജോലി, പ്രൊമോഷൻ ഇതൊക്കെ ലഭിക്കുന്നതിന് യോഗം. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കും. ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ആവശ്യമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്ന സമയം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനും അപമാനങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. തൊഴിൽ രംഗത്ത് പലവിധത്തിലും കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ സഹപ്രവർത്തകരും മേലധികാരികളും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത് വളരെ ജാഗ്രത ആവശ്യം. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നിവൃത്തി സ്ഥാനത്ത് രാശിയുടെ അധിപൻ കൂടിയായിരിക്കുന്ന സുഖസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം, സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പ്രബലനായിട്ട് നിവൃത്തി സ്ഥാനം സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായിരിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ദീർഘകാലമായിട്ട് സാധിക്കാതെ കിടന്ന ഒരു കാര്യം സാധിക്കുന്നതിനുമുള്ള യോഗം. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരസ്ഥാനിയിൽ നിന്നോ ഒക്കെ സഹായങ്ങൾ ലഭിക്കും. അകൽച്ച ഉണ്ടായിരുന്ന ബന്ധുക്കളും ഒക്കെ അടുത്ത് കൂടുന്നതിനും പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുന്നതിനും സഹായിക്കുന്നതിനും സൂചനയുണ്ട്. കുടുംബത്തും വളരെ സന്തോഷമുള്ള കാലം. എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ ഉണ്ട്. വളരെ ജാഗ്രത ആവശ്യമാണ്. അതുപോലെ തന്നെ തൊഴിൽ പുരോഗതികൾ വന്നു ചേർന്ന് ധന ആഗമന യോഗവും പ്രതീക്ഷിക്കാം. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1-2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ജാഗ്രത ആവശ്യമാണ്. ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. 6-ാമിടത്ത് അനിഷ്ടത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. ധൈര്യവും വീര്യവും ഒക്കെ ഒരു ധൈര്യക്കുറവ് ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലാണെങ്കിലും ഒരു ധൈര്യക്കുറവ്, ചില തീരുമാനമെടുക്കുവാൻ മന്ദീഭവിക്കുക, പ്രവർത്തനങ്ങളിൽ അലസത വരിക, അങ്ങനെയൊക്കെ സൂചകമാണ്. എന്നാലോ ദേഷ്യം വളരെ കൂടുതലായി. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ദേഷ്യമൊക്കെ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് സൂചനയുണ്ട്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും. തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ വളരെയധികം നല്ല ഒരു തേജസ് വർദ്ധിക്കുന്നതിനും ഓജസ് വർദ്ധിക്കുന്നതിനും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ പ്രവർത്തന രംഗത്ത് നല്ല മികവോടുകൂടി പ്രവർത്തിച്ച് കഴിവ് തെളിയിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയം. ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു. എന്നിരുന്നാലും രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. 7.5 ശനിയൊക്കെ തീർന്നിട്ടില്ല, ജന്മത്തിൽ നിന്ന് മാറിയിട്ടേ ഉള്ളൂ.
ശനിപ്രീതികരമായിട്ടും നാഗരാജാപ്രീതികരമായ കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ ആരുമായിട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുവാൻ, പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ സഹപ്രവർത്തകരോടോ സുഹൃത്തുക്കളോ ആണെന്നൊക്കെ കരുതിയാണെങ്കിലും വളരെ സ്നേഹമുണ്ട് എന്ന് കരുതിയും കുടുംബത്തായാലും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദമ്പതികളായിട്ട് ഉള്ളവർ പിണങ്ങുന്നതിനും കോടതി കയറി പോലീസ് സ്റ്റേഷൻ കയറിയൊക്കെ ഭാവി കളയരുത്. എനിക്കതാണ് പറയാനുള്ളത്. വെറുതെ ഭാവി കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിസ്സാര കാര്യം ഡൈവേഴ്സ് ആയവരോട് ചോദിക്കുകയാണ് എന്തിനാ ഡൈവേഴ്സ് ആയെന്ന് ചോദിച്ചാൽ കാര്യമൊന്നുമില്ലായിരുന്നു, പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് കഴിവതും അഡ്ജസ്റ്റ് ചെയ്യുക. കുടുംബത്തെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനുമൊക്കെ യോഗമുണ്ട്. ഒരു വാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട്. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുക തന്നെ ചെയ്യും. പൊതുവെ എല്ലാം കൊണ്ടും നല്ല ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി, 4-ാം പാദ ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്, ഭാഗ്യവുമുണ്ട്, നല്ല ഭാഗ്യമുള്ള സമയം. എന്നിരുന്നാലും ജന്മത്തിൽ ഏഴര ശനി ജന്മത്തിൽ സഞ്ചരിക്കുകയാണ് ശനി. അപ്പോൾ പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾ ഉണ്ടാകും. അത് അലസത കൊണ്ട് ഒക്കെ ഉണ്ടാകാം. മറ്റ് രോഗാദി ദുരിതങ്ങൾ ഉണ്ട് എന്നങ്ങ് തോന്നുകയാണ്. ഓരോ ദിവസവും വയ്യ വയ്യ എന്നൊക്കെ തോന്നും. അപ്പോൾ കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതും കൊള്ളുകയറാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, ദേഷ്യം പൊതുവെ ഒഴിവാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജാഗ്രത വേണം. കുടുംബത്തെ സന്തോഷകരമായ നല്ല ഒരു സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്ത് വളരെ വിജയങ്ങൾ വന്നു ചേരേണ്ട ഒരു സന്ദർഭമാണ്. അതായത് നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട്. ഇപ്പോൾ ഉള്ള ജോലിക്ക് ഒരു പുരോഗതി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. ഏതിനും ഏറ്റവും ആവശ്യം വന്നു ചേരുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക, ഭയപ്പെട്ട് പേടിച്ച് നിൽക്കാതെ. അതുപോലെ തന്നെ അലസത ഒഴിവാക്കുകയും വേണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാവിജയം വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്ത് പോകുവാനായിട്ട് വളരെ നല്ല ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ച. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായിട്ട് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വഴിപാടുകൾ യഥാശക്തി അനുസരിച്ചൊക്കെ ചെയ്യുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്രമേതായ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും വന്നു ചേരുവാനായിട്ട് അനുഗ്രഹിക്കും. അത് സർപ്പക്കാവിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് നാഗരാജാവിനെയൊക്കെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്